അവാർഡൊക്കെ വിൻ ചെയ്ത് ഇരിക്കുകയാണ്. പറയൂ. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ സന്തോഷം 10 പേരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളവർ വേണം. അതുകൊണ്ടാണ് ഈ മഷി പച്ചയും കല്ല് പെൻസിലുമായിട്ട് ബേസിക്കലി ഇന്റർവ്യൂ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ഇന്റർവ്യൂവിലും. ഇപ്പം എൻ്റെ ഏത് ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാലും എങ്ങനെയാണ് പുതിയ നായിക, എങ്ങനെയുണ്ട്, പുതിയ നായികയെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ സെറ്റിൽ എങ്ങനെയുണ്ട്, ഈ അനുഭവങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും ചോദിക്കാനുള്ളത്. അവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതിൽ വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും എന്തിനേലും പറ്റി ഡിഫറെന്റ് ആയിട്ട് പറയാനുണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പം മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്ന് പറയുന്ന ചിത്രത്തെ പറ്റി ഞാൻ പല ഇന്റർവ്യൂസിലും ഇതിന് മുമ്പ് ഒരു ഹിന്റൊക്കെ കൊടുത്തിരുന്നു. അത് ഒരു 2-3 വർഷമായി മുമ്പേ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ നമുക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്തു. പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു ആ പടം പുറത്തു വരണം എന്നുള്ള നിർബന്ധമായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞ വർഷം സെൻസറിങ് കിട്ടി. നമ്മൾ അതിൻ്റെ ഞാൻ ഡബ് ചെയ്യുന്ന ടൈമിലൊന്നും എനിക്ക് എൻ്റെ പോർഷൻ മാത്രമേ ഞാൻ കണ്ടില്ല. എൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു 4-5 സീൻ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഉണ്ട്, ആ സിനിമയിലുണ്ട്. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സ്നേഹം തോന്നി ആ സിനിമയോട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കോട് ചെയ്തിട്ട് നമുക്കൊരു പ്രിവ്യൂ വെച്ചിട്ടൊരു 10 പേരെ കൊണ്ടൊന്ന് അഭിപ്രായം കേൾപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം എത്തി. ഈ 10 പേര് കണ്ടപ്പോൾ ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു വലിയ പ്രിവ്യൂ ഒരു 3 ഷോ ആയിട്ട് കൊല്ലത്ത് ആശ്രാമം അവിടെയുള്ള ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു 100-300 പേര് ഒരുമിച്ച് കാണത്തക്ക രീതിയിലുള്ള ഒരു 3 ഷോ വെച്ചു. അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റായി എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫുൾ ഫ്ലെഡ്ജ് വിത്ത് RR-ഉം വിത്ത് മ്യൂസിക്കും അതെല്ലാം വെച്ചിട്ട് ഞാൻ ആ പടം കാണുന്നത്. അപ്പം എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. ലൈക്ക് ആദ്യമായിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. കാരണം ഞാനിത് അഭിനയിക്കുന്ന ടൈമിൽ അങ്ങനൊന്നും അല്ലായിരുന്നു. നമ്മൾ അന്നൊരു തുടക്കം എന്നുള്ള രീതിയിൽ അങ്ങ് എടുത്തുപോയി. പക്ഷെ അതിൻ്റെ ഔട്ട് വന്നപ്പോഴേക്കും നമുക്ക് മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കണം ബെസ്റ്റ് മൂവി വിത്ത് എ മെസ്സേജ് എന്നുള്ളൊരു സോഷ്യൽ മെസ്സേജ് എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയത്. അപ്പൊ ചേട്ടൻ ആദ്യം ഈ അവാർഡ് കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ ആരെയാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്? യു വോണ്ട് ബിലീവ്, ഞാൻ ആക്ച്വലി വിഷുവിൻ്റെ അന്നാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പം ഞാൻ നോർമലി ഫോൺ സൈലന്റ് ആക്കും വെച്ചിരിക്കുക. അപ്പം രാവിലെയൊക്കെ കോൾ വന്നാൽ ഞാൻ അറിയില്ല. അപ്പം ഞാൻ ആസ് യൂഷ്വൽ അന്ന് എണീക്കാനായിട്ട് വീട്ടിലുള്ള സമയത്ത് ഞാൻ താമസിച്ചാണ് എണീക്കുക. അപ്പം താമസിച്ച് എണീറ്റു. അപ്പോൾ എനിക്ക് കുറേ മിസ് കോൾസ് കിടപ്പുണ്ട്, പല നമ്പേഴ്സ്, അൺനോൺ നമ്പേഴ്സിൽ നിന്നൊക്കെ. അത് ഞാൻ തിരിച്ചു വിളിക്കാൻ നിന്നില്ല. ഞാൻ പയ്യെ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴേക്കും TV-യിൽ ന്യൂസൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനെ ക്രിറ്റിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു, ടോയിയാണ് ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അവാർഡ് വരാതിരിക്കില്ല. അപ്പം ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ പേര് കിടപ്പുണ്ട്. അത് ഫസ്റ്റ് തിങ് എനിക്ക് അന്നേരം തന്നെ അതിൻ്റെ റൈറ്ററുണ്ട് ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുന്നത്. ഉണ്ണിച്ചേട്ടൻ്റെ അമ്മയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഗോ ത്രൂ ചെയ്തിരിക്കുന്ന ഒരു വലിയ പെയിൻ ഉണ്ട്. കാരണം ഇത് എങ്ങനെയും പുറത്തിറക്കണം. അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്. മോനെ ഇത് അങ്ങനെയാണ്, ഇന്നയാൾ ഇത് പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ണിച്ചേട്ടനാണ് ആദ്യമേ വിളിച്ചത്. അപ്പോൾ ഉണ്ണിച്ചേട്ടനെ വിളിച്ചപ്പം പറഞ്ഞു, മോനെ രാവിലെ തൊട്ട് വിളിക്കുന്നതാണ്, അറിഞ്ഞപ്പോൾ തൊട്ട് വിളിക്കുന്നതാണ്, പല നമ്പറിൽ നിന്ന് പല ആൾക്കാർ വിളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വിളിച്ച ഒരാൾ മമ്മൂക്ക ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ നമ്പർ ചെയ്യുന്നല്ലായിരുന്നു. അപ്പം ഞാൻ ഈ അവാർഡ് കിട്ടിയ കൂട്ടത്തിൽ ഞാൻ മമ്മൂക്കയ്ക്കും ഇങ്ങനെ മെസ്സേജ് അയച്ചു. മമ്മൂക്ക, ഞാൻ നായകനായിട്ട് അഭിനയിച്ച പടമാണ് ബെസ്റ്റ് മൂവി വിത്ത് സോഷ്യൽ മെസ്സേജ്. അപ്പം മമ്മൂക്ക എനിക്കൊരു തംസപ്പ് അയച്ചു. ഞാനോട് ഓക്കെ, തംസപ്പിൽ ഒതുങ്ങി. അപ്പം ഞാൻ ഈ ഓരോ നമ്പറിൽ ഇങ്ങനെ തിരിച്ചു തുടങ്ങി. തിരിച്ചു വിളിച്ചപ്പോഴേക്കാണ് ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഇതാണ് എന്നെ വിളിച്ചത്. നമുക്ക് പറഞ്ഞ സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ അടുത്ത ഗോവൻ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ വിടാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, മമ്മൂക്ക മൂവി കണ്ടു അങ്ങനെ പറഞ്ഞു? ഇല്ല, ആരെയും നമ്മൾ മൂവി കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളൊരു പ്രിവ്യൂ എന്തായാലും കൊച്ചിയിൽ വെക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ ഡയറക്ടേഴ്സ് കുറേ ആളുകളുണ്ട്. ഇപ്പം റഹ്മാൻ ഭായ് ആണ്, ഖാലിദ് റഹ്മാനാണ് എൻ്റെ ആശാൻ. എന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പ് ഇരുത്തിയത് അദ്ദേഹമാണ്. പിന്നെ സെക്കൻഡ് പടം നമ്മുടെ ഹനീഫിക്കാണ്, ഹനീഫ് അദേനി. അപ്പം റഹ്മാൻ ഭായ് ഇപ്പം ജിംഖാനയുടെ തിരക്കിലും ഹനീഫിക്ക മാർക്കോയ്ക്ക് ശേഷം ബാക്കിയുള്ള തെലുഗു ഹിന്ദി പ്രൊജക്ട്സിന്റെ തിരക്കിലും ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും പ്രിവ്യൂ ഷോ വെക്കണം അല്ലേ? ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ജീവിതത്തിലോ? ഐ മീൻ സിനിമയിലാണോ സീരിയലിലാണോ? ആരെങ്കിലും സിനിമയിൽ മതി കേട്ടോ. സിനിമയിൽ ഒബ്വിയസ്ലി ലാലേട്ടൻ്റെ കൂടെ. മമ്മൂക്കൻ്റെ കൂടെ ഓൾറെഡി അഭിനയിച്ചല്ലേ? മമ്മൂക്കയുടെ കൂടെ ഓൾറെഡി അഭിനയിച്ചു. പക്ഷേ ലാലേട്ടനുമായിട്ടും നല്ലൊരു കണക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ലാലേട്ടനേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു
ഒരു ഹേർഡിലാണ്. ബട്ട് ഞാൻ എപ്പോഴും കുറെ നാളായി ഇപ്പൊ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ട് ഒരു 5 വർഷത്തോളമായി. എനിക്ക് ഇപ്പൊ ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിലാണെങ്കിലും ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു എനിക്കൊന്നിന് കാണണം. ലാലേട്ടനെ നേരിട്ടല്ല, ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ കാണും. അതെ. ഓക്കെ, അടുത്തത് ഒരു ഡ്രീം ക്യാരക്ടർ. ചേട്ടൻ്റെ ഒരു ഡ്രീം ക്യാരക്ടർ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യേണ്ടത്? സീരിയലിലാണെങ്കിൽ എനിക്ക് മറ്റേ സ്പടികത്തിന്റെ അകത്ത പോലെ അല്ലെങ്കിൽ അഭിമന്യുവിന്റെ അകത്ത പോലെ ഒരു നല്ലവനായ ഉണ്ണി, അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വന്നിട്ട് അഭിമന്യു ഒരു നല്ല ക്യാരക്ടറാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിന്റെ ഒരു ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഒരു സാധാരണക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ പോയി അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ സീരിയലൊന്നും അത് വർക്ക്ഔട്ട് ആവില്ല. സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് ഓൾറെഡി ലാലേട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്നാലും ആഗ്രഹം ഉണ്ടാവില്ല എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം. സിനിമയിൽ എത്രയോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ കണ്ടു വളർന്നിട്ട് അല്ല, എനിക്കൊരു നടനാവണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയത് ലാലേട്ടന്റെ പടങ്ങൾ കണ്ടിട്ടാണ്. എന്നെ പോലെ ഒരു കട്ട ലാലേട്ടൻ ഫാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഒരു 1000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുണ്ടാവും. പക്ഷെ ഞാൻ ഐ എം ദ ബിഗ്ഗസ്റ്റ് ഫാൻ എന്നേ ഞാൻ പറയുള്ളൂ. ഇൻക്ലൂഡിങ് എന്റെ വണ്ടിയുടെ നമ്പർ വരെ ലാലേട്ടന്റെ നമ്പറാണ്. ജസ്റ്റ് തിങ്ക് ദാറ്റ്. അപ്പൊ അത്ര വലിയൊരു ഫാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ലാലേട്ടന്റെ ഏതെങ്കിലും ഒക്കെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യണം ആഗ്രഹമുണ്ട്. പക്ഷെ അതെടുത്ത് കുളവാക്കണം എന്ന് ഒട്ടും താല്പര്യം. ലാലേട്ടന്റെ നമ്പർ വണ്ടിയിലിടാൻ അത്ര ഫാൻ കേട്ടാ. ഓക്കെ, ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ചേട്ടന്? ഒരു പടം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു 5-6 പടം കാണും. ലാലേട്ടൻ കണ്ടിട്ടാണോ സിനിമയിലേക്ക് ഇറങ്ങാം? അതെ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മിക്കയിടത്തും പറയുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളെയും കൂടുതൽ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാള് ലാലേട്ടനാണ്. നമ്മൾ അഭിനയിക്കുന്ന ടൈമിലാണെങ്കിലും ലാലേട്ടൻ ചെയ്ത എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ ഡെയിലി റൊട്ടീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും വന്നു പോകും. അപ്പൊ നമ്മൾ അറിയാതെ അയ്യോ ഇത് ആ സീനല്ലേ, അപ്പം നമ്മളത് ആ സീനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നത്. പക്ഷെ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് വരും എങ്ങനെയല്ലോ. അപ്പം ഈ റൊമാൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ലാലേട്ടൻ ചെയ്യുന്ന പോലെ റൊമാൻസ് ഒന്നും സത്യം പറഞ്ഞാൽ ആർക്കും പറ്റില്ല. മേ ബി ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇവിടെ കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എന്ത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. അടുത്തത് ഇതൊരു പ്രാങ്ക് കോൾ ആണ്. ചേട്ടൻ ആര് വേണമെങ്കിലും വിളിക്കാം. 3 പേരെ പേര് പറഞ്ഞുതരാം. ഹരിത ചേച്ചി, സ്നിഷ ചേച്ചി, ഓർ കൃഷ്ണപ്രഭ ചേച്ചി. അത് ആര് വേണമെന്ന് ചേട്ടൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ആദ്യം റബേക്ക ചേച്ചിനെ വിളിപ്പിക്കാന്ന് വിചാരിച്ചു. പക്ഷെ റബേക്ക ചേച്ചി ഞങ്ങളുടെ സ്ഥിരം പ്രാങ്ക് കോളിന്റെ ആളാണ്. പച്ചക്ക് വല്ലതും പറയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ കാര്യം ഷൂട്ട് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്റെ ലൊക്കേഷനിലോ അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിൽ അഭിനയിച്ച ആരുമായിട്ട് ഒരു ബന്ധം വെക്കുന്ന ആളല്ലേ ഞാൻ. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇവരെ ആരെയും വിളിക്കാൻ പോകുന്നുള്ള കാര്യം അവർക്കറിയാം. ഇനിയിപ്പോ ഇവരെ എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, അപ്പം നമ്മുടെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ചേട്ടൻ ഇവര് 3 പേരിൽ ആരെ വേണമെങ്കിലും ചേട്ടൻ വിളിക്കാം. വിളിച്ചിട്ട് പറയേണ്ടത് എന്താന്ന് വെച്ചാല് ഒരു കടയുടെ ഉദ്ഘാടനം വരുന്നുണ്ട്. പക്ഷെ പേര് കുറച്ച് ഫണ്ണി ആണെങ്കിലും പേയ്മെന്റ് 1 lakh ഉണ്ട്. കടയുടെ പേര് ഉഡായിപ്പ് എന്നാണ്. 21-ാം തീയതിയാണ് കടയുടെ ഇനോഗ്രേഷൻ. അപ്പം ഞാൻ കടയുടെ ഇനോഗ്രേഷന് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 1 minute വീഡിയോ അയച്ചു തരണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 1 lakh ആണ്. ഇത് ഹരിത അല്ലെങ്കിൽ റബേക്ക ഇവർ രണ്ടുപേരും എടുക്കില്ല. റബേക്ക ചേച്ചിനെ വേണ്ട. റബേക്ക ചേച്ചിനെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു എടുക്കുന്നില്ലല്ലോ, ഫോൺ എടുക്കും. ഇവര് ഞാൻ പറയുന്ന കാര്യം അവർ ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല. ചിരിച്ചോണ്ടായിരിക്കും പറയാ. ഒന്നല്ല, എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ നിഷ്കളങ്കമായിട്ടൊരാളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച് ലച്ചുണ്ട്, മറ്റേ പത്രമാസത്തിലെ ഹീറോയിൻ. അവളാണെങ്കിൽ എന്നെ ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. പക്ഷെ I'll give a try to ഹരിത വിളിച്ചു നോക്കാം. എടി തിരക്കായിരുന്നോ? ഹലോ, എടി എനിക്കൊരു വീഡിയോ എടുത്തു തരുമോ? എന്തോ ഒരു ഇനോഗ്രേഷന് വേണ്ടിയുള്ള ഒരു ഇതാ. മാറ്റർ ഒന്നുമില്ല. 21-ാം തീയതി 22-ാം തീയതി എങ്ങാണ്ടാണ് എറണാകുളത്ത് വെച്ചുള്ളൊരു എന്താ ഓൾ ഇൻ വൺ ഷോപ്പാണ്. ഇത്രേ ഉള്ളൂ. നീ എന്താ കടയുടെ പേര് ഉഡായിപ്പ്. അപ്പൊ ഒരു 21-ന് ഉദ്ഘാടനം ചെയ്യുന്ന ഉഡായിപ്പിന് എന്റെ എല്ലാവിധ ആശംസകളും. ഞാൻ അയച്ചു തരൂല. എനിക്ക് തന്നെ വിശ്വാസമില്ല. അതെന്താടി? എനിക്ക് വിശ്വാസമില്ലടോ ഉഡായിപ്പിന്റെ രാജാവേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണുള്ള കാര്യം ഞാൻ വിശ്വസിക്കൂല. അങ്ങനെ പേരൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കൂല. ഇത് അടുത്ത ട്രോള്. ഇതുവരെ ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ? എടി അല്ലെന്ന് ഞാൻ വിശ്വസിക്കത്തില്ലെന്ന്. സത്യമായിട്ട് ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇല്ല ചേട്ടാ, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ അവരുടെ ആൾക്കാരോട് വിളിക്കാൻ പറയാം. നീ അവരുടെ ആൾക്കാരോട് വിളിക്കായിരുന്നല്ലേ? എനിക്ക് ഒന്നെങ്കിൽ അവരിറക്കിയ പോസ്റ്റർ കാണണം.
അല്ലെങ്കിൽ കടയുടെ ഫോട്ടോ കാണണം. നിനക്ക് ഇത്രയൊക്കെ ആധുനികമായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ടോടി കുട്ടി? കഴിവുണ്ട്. തന്നെയൊക്കെ കൂടെ കൂട്ടുകൂടി അന്ന് പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഓക്കെ ബൈ. ഇനി സത്യം പറ. എന്താ സത്യം പറയാനുണ്ട്? ഹലോ ഹലോ ചേച്ചി, ഒത്തില്ല ചേച്ചി. ഞങ്ങളാണെങ്കിൽ ഒരു പ്രാങ്ക് കോളം നടത്താൻ ശ്രമിച്ചത്, പക്ഷെ ചീഞ്ഞു പോയി. എത്രാമത്തെ പ്രാങ്ക് കോളാണെന്നറിയാമോ? ഇപ്പൊ മറ്റേ പുലി വരുന്നേന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ പോലും ഞാൻ ആ മനുഷ്യനെ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യാതിരിക്കുന്ന നല്ലത്. ചേട്ടന്റെ സ്ഥിരം പണിയാണോ ഇത്? ആണോ? ഓ, ഞാനതുകൊണ്ട് സ്ഥിരം വരെയാണ്. സ്ഥിരം വരെയാണ്. ഞങ്ങളടുത്ത് പറഞ്ഞു, അപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞ അവള് വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ കുറച്ച് ഇന്റലിജന്റാ, അതിന്റെ കുഴപ്പം. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓ ഷോ. ഇത് ഏതാ ചാനല്? മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഓക്കെ, ഞാൻ ഓരോന്നോരോന്ന് ടിക്ക് ചെയ്ത് വരിക. പ്രാങ്ക് പോയി. ഓക്കെ ചേച്ചി, ശരി, താങ്ക് യു കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ ചേട്ടാ, അടുത്തായിട്ട് വരും. ആ വരാം. ഐ എം വെയിറ്റിംഗ്. ഓക്കെ ശരി.